ഹലോ. അപ്പോൾ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസവും എനിക്ക് കടയിൽ തന്നെയാണ് കേട്ടോ നോമ്പ് തുറപ്പ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാവിലത്തെ അതായത് ളുഹർ നിസ്കാരവും എല്ലാം കഴിഞ്ഞ് കുറച്ച് ഓതാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുമ്പം കടയിൽ പോകണം, അതിന് പുറമെ നോമ്പ് നോക്കണം, പിന്നെ അതുമാത്രമല്ല എക്സാമും അതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പം വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എഴുതിയും അല്ലാതെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും നേരെ കടയിലേക്ക് വന്നു. കടയിലെ കണക്കൊന്ന് ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് ഞാൻ വരുന്നതിനുള്ള കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കും. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കിനും കണക്കൊക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ എനിക്ക് അത്രയും ഒരു ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചെയ്യാനുണ്ടാവില്ല. അത് കാരണം കണക്കൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം കണക്കൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് പഠിക്കാൻ ഉണ്ടായിരുന്നു. അതായത് ഒരുപാടുണ്ട് പഠിക്കാൻ. അപ്പോൾ അതിനകത്ത് കുറേശ്ശെ പഠിച്ച് ഇങ്ങനെ നീക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് എഴുതിയും അല്ലാതെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും ബാക്കി കുറച്ച് പഠിച്ചാലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം പഠിച്ചു. ഇതെല്ലാം കസ്റ്റമേഴ്സ് വരുന്നത് താമസിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ കരുതി ഇന്നലത്തെ പോലെ തന്നെ കുറച്ച് വാട്ടർ മെലനും ഓറഞ്ചും പിന്നെ നട്ട്സും മുട്ടയും പഴവും എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ അത് കുറച്ച് സാധനങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഓതലൊക്കെ കഴിഞ്ഞു. അതായത് തിരക്ക് കഴിഞ്ഞ സമയത്ത് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് വേറെ ഒരാളെ കൗണ്ടറിൽ നിർത്തിയിട്ട് ഞാൻ ജസ്റ്റ് നോമ്പ് തുറക്കാമെന്ന് കരുതി. അപ്പം കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നോക്കിയിട്ട് സംഭവം ചെയ്യണമായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ദിവസവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നോമ്പ് തുറക്കാൻ പറ്റി. അതായത് ഏറ്റവും വലിയ വിഷമം ആരും ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇന്ന് ഇച്ചിരി ചൂട് അധികം ഉണ്ടായിരുന്നു, അത് കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 ഇറക്ക് പതുക്കെ ഇറക്കിയിട്ട് പിന്നെ ഒറ്റ വലിക്ക് വെള്ളം കുടിച്ച് തീർത്തു. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.